ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ശാരിക തൻ്റെ സങ്കടങ്ങളും ബാലചന്ദ്രനും വന്ന കഥയും ഒക്കെ ശാലിനിയോട് പറയുമ്പോൾ വിഷ്ണുവേട്ടനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് ശാലിനി പറയുകയാണ്. അന്നേരം അതൊക്കെ പണ്ടല്ലേ, സത്യഭാമയുടെ മേൽവിലാസത്തിൽ അറിയപ്പെട്ടിരുന്നപ്പോൾ വിഷ്ണുവേട്ടനെ ആർക്കെങ്കിലും ഒക്കെ പേടിയുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബാലചന്ദ്രനെ എതിർക്കാനായിട്ടും നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം, തൽക്കാലം ഇതിലൊന്നും ഇടപെടണ്ട. അച്ഛൻ്റെ പണം മോഷ്ടിച്ചാണെങ്കിലും ബാലചന്ദ്രൻ വല്ലാതങ്ങ് വളർന്നു, പിന്നെ അങ്ങനെയൊക്കെ തൻ്റെ സങ്കടങ്ങൾ ശാരിക പറയുന്നുണ്ട്. അന്നേരം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാമെന്ന് ശാലിനി പറയുകയാണ്. അന്നേരം വേണ്ടാന്നൊക്കെ ശാരിക പറയുകയാണ്. തുടർന്ന് ശ്യാമയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഞാൻ ശ്യാമയോട് സംസാരിക്കാമെന്ന് ശാലിനി പറയുമ്പോൾ അതും ശാരിക സമ്മതിക്കുന്നില്ല. അതിനുശേഷം ഈ പ്രശ്നങ്ങളുടെയൊക്കെ പേരിൽ രാജീവ് സാറ് തിരികെ വന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ശാരദാമ്മയാവാനായിട്ട് ഈ ശാരിക എന്തായാലും ഉണ്ടാവില്ല. ഈ നാട്ടിൽ കുറേ കുളങ്ങളും കിണറും കായലും ഒക്കെ ഉണ്ടല്ലോ എന്നൊക്കെ അങ്ങ് ശാരിക സങ്കടത്തോടെ പറയുമ്പോൾ ശാരിക ചേച്ചിന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് ശാലിനി വിളിക്കുകയാണ്. അന്നേരം ഞാൻ ചുമ്മാ പറഞ്ഞതാടി എന്ന് പറഞ്ഞിട്ട് ആ വിഷയം മാറ്റാനായിട്ട് ശാരിക പറയുന്നുണ്ട്. സങ്കടങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ മോളെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും പറ്റിയില്ല എന്ന് പറഞ്ഞ് പാറക്കുട്ടി എടുക്കുകയാണ്. എന്നിട്ട് കുഞ്ഞിനെ ഇങ്ങനെ തലോടിയിട്ട് നീയും പെണ്ണാണല്ലേ, നമ്മുടെ നാട്ടിൽ പെണ്ണായിട്ട് ജീവിക്കാൻ വളരെ സങ്കടകരമാണ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ എങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ശാലിനി തിരികെ എങ്ങ് കുഞ്ഞിനെ വാങ്ങുന്നുണ്ട്. അതിനുശേഷം ശാരിക എങ്ങ് സങ്കടത്തോടെ പോവുകയാണ്. അന്നേരം ശാരികയുടെ അവസ്ഥ ശരിക്കും ശാലിനിക്ക് മനസ്സിലാകുന്നുണ്ട്. തുടർന്ന് ശാലിനി വിജിലയും കൂട്ടി പത്രോസച്ചായൻ്റെ തടിമില്ലിലേക്ക് വരികയാണ് വിഷ്ണുവിനെ കാണാനായിട്ട്. തുടർന്ന് അവിടെ കണ്ട ഒരാളിനോട് സൂപ്പർവൈസറെ കാണാനാണെന്ന് പറയുമ്പോൾ അയാൾ പുറത്ത് പോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. തുടർന്ന് പുറത്തൊന്നും പോകാറില്ല, ഇവിടെ തന്നെ കാണുമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് വിജിലയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിജില പറയുന്നുണ്ട് ഇനി ഫുഡ് കഴിക്കാനോ മറ്റോ പോയതായിരിക്കുമോ, ചിലപ്പോൾ വീട്ടിൽ വന്ന് കഴിക്കാമെന്നും പറഞ്ഞ് വന്നതായിരിക്കും, ഒന്ന് വിളിച്ചു നോക്കുമെന്ന് വിജില പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി വിഷ്ണുവിനെ ഫോൺ ചെയ്യുമ്പോൾ ബെൽശബ്ദം അവിടെ കേൾക്കുകയാണ്. ഇതേസമയം വിഷ്ണു ആണെങ്കിൽ ഓരോ തടികളായിട്ട് ചുമന്ന് അവിടെ കൊണ്ടിടുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ ഫോൺ ബെല്ലടിക്കുന്ന സ്ഥലത്തേക്ക് നോക്കുമ്പോൾ ശാലിനി ആ കാഴ്ച കാണുകയാണ്. അത് കാണുന്ന ശാലിനി ആണെങ്കിൽ ആകെ എങ്ങ് ഷോക്ക് ആവുകയാണ്. അന്തം വിട്ട പോലെ ഇങ്ങനെ ഫോണും പിടിച്ചുകൊണ്ട് നിശ്ചലമായിട്ട് നിൽക്കുകയാണ്. അതേസമയം വിഷ്ണു ആ തടികളൊക്കെ കൊണ്ടിട്ടിട്ട് എൻ്റെ ആ മടിക്കുത്തിൽ നിന്ന് ഫോൺ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ശാലിനിയെ അവിടെ നിൽക്കുന്ന കാണുകയാണ്. തുടർന്ന് വിഷ്ണു അങ്ങ് ഇല്ലാതാവുകയാണ്. തുടർന്ന് ശാലിനിയുടെ അടുത്തേക്ക് അങ്ങ് സങ്കടത്തോടെ വിഷ്ണു വരുമ്പോൾ വിജിലയോട് ശാലിനി പറയുന്നുണ്ട് എനിക്കെൻ്റെ ഭർത്താവിനോട് തനിച്ചൊന്ന് സംസാരിക്കണമെന്ന്. അന്നേരം ശരിയെന്നും പറഞ്ഞ് വിജില അങ്ങ് മാറി നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിനാണെങ്കിൽ ശാലിനിയുടെ മുഖത്ത് നോക്കാനേ കഴിയുന്നില്ല. എന്നാലും വിഷ്ണു അങ്ങ് പറഞ്ഞൊപ്പിക്കുകയാണ്. ഡ്രൈവറുടെ വേക്കൻസി ഉണ്ടെന്നും പറഞ്ഞ് തന്നെയാണ് കമലിനെ എന്നെ ഇങ്ങോട്ടത്തേക്ക് കൊണ്ടുവന്നത്, പക്ഷെ അപ്പോഴേക്കും അതിൽ ആളായി കഴിഞ്ഞു. ഒരു ലോഡിംഗ് തൊഴിലാളിയുടെ ജോലി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് വിട്ട് കളയാനായിട്ട് തോന്നിയില്ല എന്ന് പറയുകയാണ്. അതിനു മുന്നേ വിഷ്ണു ആദ്യം പറയുന്നുണ്ട് ഇവിടെ തൊഴിലാളി സൂപ്പർവൈസർ എന്നൊന്നും ഇല്ല, ഒരു ആളില്ലാത്തപ്പോൾ ഞാൻ ചെയ്തെന്നേ ഉള്ളൂ എന്ന് വിഷ്ണു ഒരു ഇത് ആദ്യം പറഞ്ഞെന്ന് സമാശ്വസിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ശാലിനിയുടെ മുഖഭാഗം കാണുമ്പോൾ വിഷ്ണുവിന് ശാലിനി എല്ലാം അറിഞ്ഞു എന്ന് മനസ്സിലാവുന്നുണ്ട്. തുടർന്നാണ് വിഷ്ണു ഇങ്ങനെ പറയുന്നത് കമലം കൊണ്ടുവന്ന കാര്യമൊക്കെ താൻ സന്തോഷമായിട്ടിരിക്കണമെന്നേ എനിക്ക് വിചാരമുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ചതിച്ചെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം ഇപ്പോൾ എനിക്ക് സന്തോഷമായെന്നാണ് വിഷ്ണുവേട്ടൻ കരുതുന്നത്. നമ്മൾ സത്യാമ്മയുടെ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ഒരു ദൃഢനിശ്ചയമുണ്ടായിരുന്നു എങ്ങനെയും കുഞ്ഞിനെ വളർത്തണം എന്നൊക്കെയുള്ളത്. അതിന് പിന്നീട് ഞാൻ ശാരികേച്ചിയുടെ കയ്യിൽ നിന്നും വള വാങ്ങി പണയം വെച്ചത് അറിഞ്ഞപ്പോൾ വിഷ്ണുവേട്ടൻ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടിയത്. അതിനുശേഷം നമ്മളൊരു തീരുമാനമെടുത്തില്ലേ നമ്മൾക്കിടയിൽ ഒരു ഒളിവും മറവും ഒന്നുമില്ല എന്ന്. പിന്നീട് വസുമതി ആൻറ്റിയുടെ കയ്യിൽ നിന്നും പണം അവരുടെ കൊച്ചുമകൾക്ക് തന്നപ്പോഴും ഞാനത് വിഷ്ണുവേട്ടനോട് പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ വിഷ്ണുവേട്ടനെ ഒളിച്ച് അവളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാമായിരുന്നു, പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ സമ്പാദ്യത്തിലുള്ള ആഡംബരങ്ങൾ മതി എൻ്റെ കുഞ്ഞിനെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്നും പറഞ്ഞ് ശാലിനി അങ്ങ് കരയുകയാണ്. അന്നേരം വിഷ്ണുവിനും ഒന്നും പറയാൻ പറ്റുന്നില്ല. വിഷ്ണു അങ്ങ് സങ്കടത്തോടെ അങ്ങ് പറയുന്നുണ്ട് എന്നെക്കൊണ്ട് ഇത്രേ സാധിച്ചുള്ളൂ ശാലിനി എന്ന് പറയുമ്പോൾ വിഷ്ണു അങ്ങ് കരയുകയാണ്. അന്നേരം ശാലിനിക്ക് സങ്കടം വരികയാണ്. ശാലിനി ഓടി വന്നങ്ങ് വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചിട്ട് വിഷ്ണുവേട്ടൻ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ, ഇത് ഒളിപ്പിച്ച് വെക്കാതെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എല്ലാവരോടും പറയാമായിരുന്നല്ലോ എൻ്റെ ഭർത്താവ് കൂലിവേല ചെയ്ത് നല്ല അന്തസ്സായിട്ടാണ് കുടുംബം പോറ്റുന്നതെന്ന്. ഇതിപ്പോൾ അന്നൊരിക്കൽ ഭർത്താവിൻ്റെ അമ്മ ആവശ്യങ്ങൾക്ക് പേഴ്സ് വെച്ച് നീട്ടിയപ്പോൾ എൻ്റെ ഭർത്താവിന് ആരോഗ്യമുണ്ടെന്ന് ഞാൻ അവരെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തു. ആ സങ്കല്പങ്ങളൊക്കെയല്ലേ ഇപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ഉടഞ്ഞു വീണതെന്ന് പറയുമ്പോൾ വിഷ്ണുവിന് സങ്കടമാകുകയാണ്. തുടർന്ന് ശാലിനി അങ്ങ് വിഷ്ണു ചേർത്ത് പിടിക്കുകയാണ്. വിഷ്ണുവിൻ്റെ നെഞ്ചിലേക്ക് കിടന്ന് ശാലിനി അങ്ങ് കരയുകയാണ്.
വിഷ്ണു ശാലിനി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സീൻ കണ്ടുകൊണ്ടാണ് കമലം വരുന്നത്. അന്നേരം ഇതെന്താ ഏട്ടത്തിയമ്മ മില്ലിലോ, അപ്പോൾ ആശാൻ സൂപ്പർവൈസർ അല്ലേ, എൻ്റെ ഭാഗം ഞാനായിട്ട് കുറയ്ക്കണ്ടെന്നും പറഞ്ഞ് കമല ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വിജില വരുന്നത്. അന്നേരം എടി ചേച്ചി നീ ഉണ്ടോ എന്നും പറഞ്ഞ് വിജിലയും കൂട്ടിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് ആശാനെന്നും പറഞ്ഞ് വരികയാണ്. അന്നേരം ദേ കമലം വരുന്നു എന്നും പറഞ്ഞ് വിഷ്ണു പെട്ടെന്ന് ശാലിനിയെ മാറ്റുകയാണ്. അല്ല ആശാൻ ഇവിടെ റൊമാൻസ് കളിക്കുകയാണോ, അവിടെ ദേ സൂപ്പർവൈസറെ കാണാത്തതുകൊണ്ട് തൊഴിലാളികൾ അന്വേഷിക്കുന്നു എന്നും പറഞ്ഞ് കമലൻ ആ നാടകം തുടരുകയാണ്. അന്നേരം ശാലിനിക്ക് ദേഷ്യം വരികയാണ്. അതേ കമല ഒറ്റ വീക്ക് വെച്ച് ഉണ്ടല്ലോ എന്ന് പറയുന്ന ശാലിനി അങ്ങ് ചൂടാവുകയാണ്. അന്നേരം വിജില പറയുന്നുണ്ട് അങ്ങോട്ടൊരെണ്ണം വെച്ച് കൊടുക്ക് ശാലിനി, അല്ലാതെ ഇത്രയും കുരുട്ട് ബുദ്ധിയൊന്നും വിഷ്ണുവിന് തോന്നില്ല, ഇവനായിരിക്കും എല്ലാത്തിനും കാരണമെന്ന് പറയുകയാണ്. അന്നേരം എന്താ പ്രശ്നമെന്നും പറഞ്ഞ് കമല നിൽക്കുമ്പോൾ സൂപ്പർവൈസർ കഥ പൊളിഞ്ഞു എന്ന് വിഷ്ണു അങ്ങ് പറയുകയാണ്. തുടർന്ന് ആ സങ്കട സീനൊക്കെ മാറി അവിടെ ഒരു കോമഡി സീൻ ആവുകയാണ്. അന്നേരം അപ്പോൾ നീ തന്നെയായിരിക്കും ഇതിന് കാരണം എന്ന് പറഞ്ഞ് വിജിലയെ കുറ്റപ്പെടുത്തുകയാണ് കമലൻ. അന്നേരം വിജില ചോദിക്കുന്നുണ്ട് അതിന് നീ എന്നോട് പറഞ്ഞോ വിഷ്ണുവിനോട് ചുമടെടുപ്പാണെന്ന്, അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ ശാലിനിയും കൂട്ടി ഇവിടെ വരുമായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഒത്തിരി സമാധാനം താന്നും പറഞ്ഞ് കമലൻ അങ്ങ് വിജിലയെ തൊഴുകയാണ്. അന്നേരം സമാധാനമോ, അപ്പോൾ എന്തോ ഏർപ്പാടുണ്ടല്ലോ, എന്താ കാര്യം ചോദിക്കുകയാണ്. പൈസയുടെ ചിലവുള്ള എന്തോ കാര്യമാണെന്ന് പറയുന്നുണ്ട്. അന്നേരം നിർബന്ധിക്കുമ്പോൾ കമലൻ പറയുകയാണ് പൈസ അങ്ങോട്ട് ചിലവാക്കുന്നതല്ല ഇങ്ങോട്ട് കിട്ടുന്നതാണെന്ന്. അന്നേരം പിന്നെ നീ അല്ലാതെ വേറെ ആരെങ്കിലും ആയിരിക്കണം, ഒന്ന് പോയെന്നും പറഞ്ഞ് വിജില കേൾക്കാൻ നിൽക്കുന്നില്ല. അന്നേരം എടി ചേച്ചി നിൽക്കുക ഞാൻ പറയട്ടെ, 2,22,222 രൂപ കിട്ടും എന്ന് പറയുകയാണ്. പിന്നെ നിനക്ക് ചുമ്മാ തരാൻ പോകുന്നു ഒന്ന് പോടാന്നും പറഞ്ഞ് വീണ്ടും വിജില പോകാൻ തുടങ്ങും. വിജിലയെ പിടിച്ചു നിർത്തുകയാണ്. ദേ നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന മില്ലാണ് സത്യം. ഈ മില്ലിൻ്റെ പിന്നെ ആനിവേഴ്സറി പ്രമാണിച്ച് ഒരു സൈക്കിൾ മത്സരം നടത്തുന്നുണ്ട്, അതിനുള്ള 1ാം സമ്മാനം എത്തുന്ന ആൾക്കുള്ള തുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം എങ്കിൽ നീ പോയി വാങ്ങിച്ചോ എന്ന് വിജില പറയുകയാണ്. അന്നേരം അതിനൊരു പ്രശ്നമുണ്ട്, പുതിയൊരു സൈക്കിൾ വേണമെന്ന്. അന്നേരം അത് വാങ്ങിച്ചോ എന്ന് വിജില വീണ്ടും പറയുകയാണ്. അതിലും പ്രശ്നമുണ്ട്, കാശില്ല എന്ന് പറയുകയാണ്. നീ ചേച്ചി ഒന്ന് മനസ്സ് വെക്കണമെന്ന് പറയുകയാണ്. അന്നേരം മനസ്സ് മാത്രമേ വെക്കാനുള്ളൂ, വേറെ ഒന്നും വെക്കാനില്ല എന്ന് വിജില ഇങ്ങനെ പറയുന്നുണ്ട്. അവരുടെ സംസാരമൊക്കെ ശ്രദ്ധിച്ച് വിഷ്ണു ശാലിനിയൊക്കെയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ ശാലിനിയുടെ മുഖത്ത് സന്തോഷം തന്നെയാണ്. അന്നേരം പറയുന്നുണ്ട് പണയം വെക്കാനായിട്ട് ഒന്നുമില്ല, മനസ്സ് മാത്രമേ വെക്കാനുള്ളൂ, ഒരു തരി പൊന്നോലും ഇല്ല എന്നിങ്ങനെ വിജില പറയുമ്പോൾ അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിലെ അലമാരയിൽ ഒരു പൊട്ട് കമ്മൽ കിടക്കുന്നല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് മാത്രമേ എനിക്കുള്ളൂ, അത് ഞാൻ തരില്ല എന്നും പറഞ്ഞ് വീട്ടിലാകെയുള്ള ഒരു തരി പൊന്നാണ്, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്നും പറഞ്ഞ് വിജില അങ്ങ് പോവുകയാണ്. തുടർന്ന് എടി ചേച്ചി എന്നും പറഞ്ഞ് കമലനും വിജിലയുടെ പുറകെ പോവുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട് നല്ല രസമുണ്ടല്ലേ ആങ്ങളെയും പെങ്ങളെയും തമ്മിലുള്ള വഴക്ക് കാണാനായിട്ട്, ഇടപെടൽ കാണാനായിട്ടെന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്ന വിഷ്ണു ചോദിക്കുകയാണ് അല്ല ഇയാളെന്താ പതിവില്ലാതെ മില്ലിലെന്ന് ചോദിക്കുമ്പോൾ ആ കൊണ്ടുവന്ന കവർ എടുത്തിട്ട് വിഷ്ണുവേട്ടൻ ഭക്ഷണം എടുത്തില്ലല്ലോ, അത് ഞാൻ കൊണ്ടു തരാനായിട്ട് വന്നതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇന്ന് ശാരികേച്ചി വീട്ടിൽ വന്നു, നമ്മളറിയാത്ത കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചത് മുതൽ രാജീവ് ഇറങ്ങിപ്പോയതും വീഡിയോ കോള് ബാലേന്ദ്രൻ വിളിച്ചതും ഹോട്ടൽ ഒഴിപ്പിച്ച ഇറച്ചിക്കടയുടെ ബോർഡ് തൂക്കിയതുമൊക്കെ കാര്യങ്ങൾ ശാലിനി സങ്കടത്തോടെ വിഷ്ണുവിനോട് പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം വിഷ്ണു പറയുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ അവനാണ് ഇപ്പോഴത്തെ പ്രശ്നമല്ലേ എന്ന്. അതേ വിഷ്ണുവേട്ടാ, കുടുംബശ്രീയിൽ ആരും ചോദിക്കാനും പറയാനും ഇല്ലെന്നാണ് അവൻ കരുതിയിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമല്ലേ ഉള്ളൂ, അത് എന്താണെന്ന് അവന് ഞാൻ കാട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞ് എന്തോ അങ്ങ് തീരുമാനിച്ചുറപ്പിക്കുകയാണ് വിഷ്ണു. അത് ശരി തലവലിക്ക് സമ്മതിക്കുകയാണ് ശാലിനിയും. ഇതേസമയം രോഹിത്തിൻ്റെ വീട്ടിൽ സുസ്മിതയാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. പ്രീതി കോമാവസ്ഥയിലാണ് എന്ന് വിചാരിച്ച് അവളോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു, എന്ത് മണ്ടത്തരങ്ങളാണ് ഞാൻ കാട്ടിക്കൂട്ടിയതെന്ന് പറഞ്ഞ് അന്ന് പ്രീതിയുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ കവറിലാക്കി അത് ശാരദാമ്മയുടെ ബാഗിൽ കൊണ്ടുവയ്ക്കാൻ പോയപ്പോൾ പ്രീതിയോട് എല്ലാം പറഞ്ഞിട്ടല്ലേ സുസ്മിത ചെയ്തത്, പിന്നീട് കൊല്ലാൻ പോകുന്നു എന്നുള്ളതുമൊക്കെ പറയുണ്ടായല്ലോ. പ്രീതിക്കെല്ലാം കേൾക്കാൻ പറ്റും, കാണുന്നില്ലെങ്കിലും. അന്നേരം ഇനി അവൾ ശബ്ദിക്കാൻ പാടില്ല, അവൾ ആരോടും ഇതൊന്നും പറയാൻ പാടില്ല. പക്ഷെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിലത്തെ വീണ്ടും കയറി പറ്റണ്ടേ, അതിനി എങ്ങനെ നടക്കും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കറക്റ്റ് സമയത്ത് ബാലേന്ദ്രൻ എത്തുകയാണ്. ആ വായി നോക്കി വീണ്ടും വന്നോന്നും പറഞ്ഞ് സുസ്മിത ഇങ്ങനെ ബാലേന്ദ്രൻ നോക്കുമ്പോൾ ഒരു ആവേശത്തിൽ സുസ്മിക്കുട്ടീന്ന് വിളിച്ച് ഓടിക്കൊണ്ട് സുസ്മിത അടുത്തേക്ക് ഇങ്ങനെ ചാടിത്തുള്ളി വരികയാണ്. എന്നിട്ട് സുസ്മിത ഇങ്ങനെ നിൽക്കി പറഞ്ഞിട്ട് പത്മാവതി അമ്മ ഉണ്ട് എന്നിങ്ങനെ കണ്ണ് കാണിക്കുകയാണ്. തുടർന്ന് ബാലേന്ദ്രൻ ആവേശം ഒന്ന് അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ 2 ലക്ഷം രൂപ ശാരദാമ്മയുടെ മോൾ ശാരിക്ക് എണ്ണി കൊടുത്തത് അവളോടുള്ള മോഹം കൊണ്ടാണെന്നല്ലേ പറഞ്ഞത്, എന്നാൽ കേട്ടോ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടൽ പൂട്ടി ബോർഡ് വെച്ച സംഭവങ്ങളൊക്കെ സുസ്മിതയോട് ബാലേന്ദ്രൻ പറയുകയാണ്.
തുടർന്ന് അതെല്ലാം കേൾക്കുന്ന സുസ്മിതയാണെങ്കിൽ അങ്ങ് ആകെ സന്തോഷത്തിലും കൈയടിക്കുകയാണ്. അത് കലക്കി പൊളിച്ചു എന്നും പറഞ്ഞ് ബാലേന്ദ്രന് ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. അന്നേരം ആകെ സന്തോഷത്തിലാണ് ബാലേന്ദ്രൻ സുസ്മിത അങ്ങനെ കൈ തന്നപ്പോൾ. തുടർന്ന് സുസ്മിത ആണെങ്കിൽ കൈ വിടിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ബാലേന്ദ്രൻ അങ്ങ് മുറുകെ പിടിക്കുകയാണ്. ഒരു തരത്തിൽ സുസ്മിത കൈ അങ്ങ് വലിച്ചെടുക്കുകയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇത് മാത്രമല്ല വേറെ ചിലത് കൂടി ഉണ്ടെന്ന്. അതിനുശേഷം ബാലേന്ദ്രൻ മനസ്സിലേ ഓർക്കുന്നുള്ളൂ ശാരികയോട് വെളിയിൽ ഇറങ്ങിയ ശേഷം പറഞ്ഞത്, നീ എൻ്റെ കാല് തല്ലി പിടിക്കുമെന്നല്ലേ പറഞ്ഞത്, നിന്നെയും ഇറച്ചി വിലയ്ക്ക് തൂക്കി വിൽക്കുമെന്നൊക്കെ. പക്ഷെ എന്നിട്ട് ബാലേന്ദ്രൻ കരുതുകയാണ് തൽക്കാലം ഇതിപ്പോൾ ഇവളോടത്ത് പറയണ്ട, അത് പറഞ്ഞാൽ വീഡിയോ കോൾ വിളിച്ചതും പിന്നെ അവളെൻ്റെ മുഖത്താട്ടിയതും ഒക്കെ പറയണ്ടേ, വീണ്ടും അവൾക്ക് സംശയമാകുമെന്നും പറഞ്ഞ് ബാലേന്ദ്രൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ എന്താ ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. പെട്ടെന്ന് ബാലേന്ദ്രൻ വിഷയം മാറ്റുന്നുണ്ട്. ഒന്നുമില്ല എന്നും പറഞ്ഞ് കസേര അങ്ങോട്ട് നീക്കിയിട്ട് ഇരിക്കുകയാണ്. അന്നേരം ശാരദാമ്മയുടെ മക്കള് ശാരികയെ സംബന്ധിച്ച് എന്തോ ഒരു കാര്യമാണ് എന്നിങ്ങനെ സുസ്മിത പറയുമ്പോൾ അതൊക്കെ അങ്ങ് മായ്ച്ച് കളഞ്ഞേക്ക്, സുസ്മിത പറഞ്ഞ എല്ലാ ഉപാധികളും പാലിച്ചിട്ടാണ് ഞാൻ വന്നത്, സുസ്മിത ഇനി ഒഴിഞ്ഞു മാറാൻ നോക്കരുത് എന്നിങ്ങനെ പറയുമ്പോൾ ഒഴിഞ്ഞു മാറിയെന്ന് ആരാ പറഞ്ഞത് എന്ന് പറഞ്ഞ് സുസ്മിത നിൽക്കുമ്പോൾ അപ്പോൾ സമ്മതിച്ചോ എന്നും പറഞ്ഞ് എങ്കിൽ വാ നമുക്ക് പോകാമെന്നും പറഞ്ഞ് സുസ്മിതയുടെ കൈ ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് പറയുകയാണ്, കോവളത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിസോർട്ടുണ്ട്, നമുക്ക് അവിടെ പോയി പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് വരാമെന്ന്. അന്നേരം പെട്ടെന്ന് സുസ്മിത അങ്ങ് കൈ അങ്ങ് മാറ്റിയിട്ട് അവിടം വരെ പോകുന്ന സമയം കാത്തിരിക്കാനൊന്നും എനിക്ക് വയ്യ, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്ന ബാലേന്ദ്രൻ ഞാൻ പെട്ടെന്നൊരു സമ്മാനം തരണ്ടേന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അയ്യോ എന്ത് സമ്മാനമൊന്നും പറഞ്ഞില്ല, പൊട്ടന്മാരെ പോലെ ഇങ്ങനെ കണ്ണൊക്കെ തള്ളി ബാലേന്ദ്രൻ നിൽക്കുകയാണ്. അന്നേരം സത്യമായിട്ട് സമ്മാനം തരുമോന്ന് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ബാലേന്ദ്രൻ കൈ നീട്ടുകയാണ്. അന്നേരം സത്യം എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ്റെ കയ്യിലേക്ക് സുസ്മിത ഇങ്ങനെ കൈ അടിക്കുകയാണ്. പക്ഷേ വീണ്ടും സുസ്മിത അടുത്ത ഉപാധി വയ്ക്കുമായിരിക്കും. നമ്മുടെ സുസ്മിത കുട്ടിയെ നമുക്ക് അറിഞ്ഞൂടെ, വീണ്ടും ഇനി സുസ്മിത സത്യഭാമയുടെ വീട്ടിലേക്ക് തിരികെ കയറാനുള്ള എന്തെങ്കിലും വഴിയായിരിക്കും ബാലചന്ദ്രനോട് ചോദിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ പ്രീതി എങ്ങനെയും ശബ്ദിക്കാതെ ആക്കണമല്ലോ സുസ്മിതയ്ക്ക്, അതായിരിക്കും അടുത്ത ലക്ഷ്യം. പക്ഷേ അതൊന്നും ഇനി വില പോകാനായിട്ട് പോകുന്നില്ല. പക്ഷേ തമിഴ് റീമേക്കിലൊക്കെ വീണ്ടും സത്യഭാമയുടെ വീട്ടിലേക്ക് തന്നെ സുസ്മിത കയറും. അതുപോലെ ആയിരിക്കും ചിലപ്പോൾ ഇതിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ സൈക്കിൾ റേസ് മത്സരത്തിൽ വിഷ്ണു ഒന്നാം സമ്മാനം അടിക്കും, അത് ബാലചന്ദ്രന് കൊണ്ടു കൊടുത്ത് അവിടെ ആ പ്രശ്നം പരിഹരിക്കും. ബാലചന്ദ്രന് നല്ല തല്ലും വിഷ്ണു കൊടുക്കും. അതൊക്കെയാണ് ഇനി വരും എപ്പിസോഡുകളിലും. പക്ഷേ സത്യഭാമയുടെ വീട്ടിലേക്ക് സുസ്മിത കയറി കഴിഞ്ഞ ശേഷവും സുസ്മിതയ്ക്ക് പരാജയങ്ങൾ തന്നെ ആയിരിക്കും. കുറച്ച് നാളുകൂടി കഴിയുമ്പോൾ കുറച്ച് നാളും കൂടി എപ്പിസോഡ് കാണുമെന്ന് തോന്നുന്നു. അതോടെ ക്ലൈമാക്സിലേക്ക് എത്തുന്നതായിരിക്കും. Okay, thank you.